ഞാനിപ്പോ നിൽക്കുന്നത് പ്രശസ്തവും പുരാതനവുമായിട്ടുള്ള റാത്തിക്കൽ പള്ളിയുടെ അടുത്താണ്. ഈ റാത്തിക്കൽ പള്ളിയെ സംബന്ധിച്ച് ഇന്നലെ കോൺഗ്രസിന്റെ ആളുകൾ ഒരു അപവാദ പ്രചരണം നടത്തിയിരുന്നു, ഒരു വ്യാജ പ്രചരണം നടത്തിയിരുന്നു. പള്ളി ഇടിഞ്ഞു വീഴാറായി, അതിന്റെ മുൻവശമെല്ലാം നശിച്ചു കിടക്കുകയാണ്, കനാലിൽ നിന്ന് മണ്ണെടുത്തതാണ് അതിന് കാരണമെന്ന് പറഞ്ഞുകൊണ്ട്, കനാൽ വൃത്തിയാക്കിയതാണ് അതിന് കാരണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ ഒരു വ്യാജ വീഡിയോ ഒരു ഓൺലൈൻ മാധ്യമത്തെ കാശ് കൊടുത്ത് വാങ്ങിച്ച് ഇന്നലെ ചെയ്തിരുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളിൽ സാധാരണ വ്യാജ പ്രചരണങ്ങൾ നടത്താറുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പച്ചക്കള്ളം പറയുന്ന ഒരു രീതിയാണ് ഇപ്പോ കോൺഗ്രസ് അവലംബിച്ചിരിക്കുന്നത്. ഈ പള്ളി നിങ്ങൾ നോക്കുക, പള്ളിയുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും എല്ലാം നിങ്ങൾ പരിശോധിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതിന്റെ കാമ്പൗണ്ട് വാളും എത്ര ഭംഗിയായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. വാഹനങ്ങൾ കൊണ്ടിടാനുള്ള സൗകര്യമടക്കം റോഡ് കഴിഞ്ഞ് അത് കോൺക്രീറ്റ് ചെയ്ത് സുരക്ഷിതമായിരിക്കുന്നു. അപ്പോ ജനങ്ങളുടെ മുമ്പിൽ ഏറ്റവും മോശപ്പെട്ട കള്ളം പറഞ്ഞ് വോട്ട് ചോദിക്കുന്ന ഒരു രീതിയാണ് കോൺഗ്രസ് ഇന്ന് അവലംബിച്ചിരിക്കുന്നത്. അത് പൊളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ നാട്ടുകാരെ എല്ലാം കൂട്ടി ഞങ്ങൾ ഈ പള്ളിയുടെ മുറ്റത്ത് വന്ന് നിൽക്കുന്നത്. മനോഹരമായിട്ടുള്ള സംവിധാനമാണ് ഈ പള്ളിയുടെ മുമ്പിൽ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അതിന്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ ഇവിടെ ഞങ്ങളിപ്പോ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഈ പള്ളി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ കാണുന്നത് ഒരു അഡീഷണൽ ആയിട്ട് പള്ളിയിൽ ജുമാ നമസ്കാരത്തിന് വരുന്ന ഒരു പാർക്കിംഗ് ഏരിയ ആയിട്ട് ഇപ്പൊ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പഴയ ഒരു ചിത്രം എടുത്ത് പ്രദർശിപ്പിച്ചിട്ട് ഇപ്പോഴും ആ സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഇന്നത്തോടുകൂടി നമ്മൾ പൊളിച്ചടുക്കിയിട്ടുണ്ട് ആ കാര്യങ്ങൾ. ദയവ് ചെയ്ത് ഇവിടെ നേരത്തെ ഒരു മുതിർന്ന നേതാക്കന്മാരൊക്കെയാണ്, ഇപ്പൊ വളർന്നു വരുന്ന തലമുറയും അവരെ പിന്നിലുണ്ട് ഈ നുണകൾ സംസാരിക്കാൻ വേണ്ടി. എല്ലാവർക്കും കാണുന്ന കാര്യമാണ്. അതിന്റെ പ്രൊഫഷണലിസം ഈ പാതകൾ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ നിലയിലും ട്രാഫിക്കിന്റെ എല്ലാ അടയാളങ്ങളും വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ പാത ഇപ്പൊ നിലനിൽക്കുന്നത്. മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ അവർ ഇന്നലെ പ്രചരിപ്പിച്ചത് മണ്ണ് ഇവിടുന്ന് വാരിക്കൊണ്ട് പോകുന്നതാണ്. ഈ കാണുന്ന പൂന മൊത്തവും മണ്ണ് മാത്രമല്ല, ചെളിയും കൂടിയാണ്. ഈ ചെളി ഈ ഡ്രിഡ്ജിങ്ങിന്റെ ഭാഗമായി നമ്മുടെ ഈ കോൺട്രാക്ടേഴ്സ് വാരി കടപ്പുറത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വസ്തു സംരക്ഷിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇവിടത്തെ ഈ കാണുന്ന ആ ചെറിയ പാലത്തിലെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ സമയത്തുള്ള കല്ലുകൾ ഇളക്കിയതിന്റെ ഭാഗമായിട്ടാണ് ഈ റോഡ് ഇടിയാനുള്ള മെയിൻ കാരണം. അത് അന്ന് തന്നെ അന്നത്തെ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി ഇവിടെ വരികയും അതുമായിട്ട് സംസാരിച്ച് ഇവിടെ നാട്ടുകാരുമായിട്ട് സ്വല്പം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുമാണ്. അത് മീഡിയയിൽ വ്യക്തമാണ്. വീണ്ടും ആ പഴയ വീഡിയോയും പഴയ ഫോട്ടോസും എടുത്ത് ഈ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി, നാടിനെ ഈ സമൂഹം മധ്യത്തിൽ നാട് ഇങ്ങനെയാണ് കിടക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയും നമ്മുടെ ഭരണ സംവിധാനവും നമ്മുടെ MLA-യും താറടിച്ച് കാണിക്കാൻ വേണ്ടിയുമാണ് ഈ കോൺഗ്രസിന്റെ നേതാക്കൾ ചെയ്യുന്നത് എന്നുള്ളത് വളരെ അപലപനീയമായ കാര്യമാണ്.